എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഓണത്തിൻ്റെ അന്ന് രാവിലെ നേരത്തെ തന്നെ എണീറ്റു. കാരണം ഞാൻ ഇന്നലെ രാത്രി പോയിട്ട് കുറച്ച് പൂവൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പൂക്കളം ഇടാനായിട്ട്. അപ്പോൾ നേരത്തെ തന്നെ എണീറ്റിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് പൂക്കളം ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് പൂവേ വാങ്ങിച്ചുള്ളൂ, കാരണം ഇന്നലെ കടയിൽ ഭയങ്കര തിരക്കായിരുന്നു. കാരണം ഈ പൂ വാങ്ങിക്കാനുള്ള തിരക്ക്. അപ്പോൾ ബാക്കി കുറച്ച് അടിയും പിടിയുള്ളതൊക്കെ ഞാൻ അവിടെ നിന്ന് കടയിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് ഇനിയിപ്പോൾ പൂക്കളം ഇടണം. അപ്പോൾ ഞാൻ വാങ്ങിച്ച പൂവ് ഇതൊക്കെ തന്നെയാണ്. മഞ്ഞ, ഓറഞ്ച്, കുറച്ച് റോസ്, അങ്ങനെ വയലറ്റ് കളറിൽ ഉള്ള പൂവ്, അതൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് പൂക്കളം ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. സാനുവിനെ ഞാൻ വിളിച്ചു, കാരണം അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂക്കളം ഇടാൻ നേരത്തെ തന്നെ വിളിക്കണം എന്നും പറഞ്ഞു. അപ്പോൾ സാനുവിനെ വിളിച്ചപ്പോൾ എണീറ്റില്ല, ആൾ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇനി അവൾക്ക് വേണ്ടി കാത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പണി നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ തന്നെ പണി തുടങ്ങി. ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിൽ മലയാളീസ് എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ബിൽഡിങ്ങിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഒരേ ഒരു പൂക്കളം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഇനിയിപ്പോൾ ഈ പൂക്കളം ഇട്ട് കഴിഞ്ഞിട്ട് വേണം കുറച്ച് പായസം ഉണ്ടാക്കാൻ. കാരണം സദ്യ ഞാൻ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ സദ്യക്ക് ഞങ്ങൾ പുറത്ത് പോവാമെന്ന് വിചാരിച്ചിട്ട് സദ്യ പുറത്ത് ബുക്ക് ചെയ്തിട്ടുണ്ട് ഡൈനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ സദ്യ ഉണ്ടാക്കുന്ന ആ ഒരു പണിയില്ല. അപ്പോൾ പായസം മാത്രം കുറച്ച് ഉണ്ടാക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുക എന്നുള്ളൊരു ചെറിയൊരു പ്ലാൻ ഉണ്ട്. നോക്കാം, കാരണം ഒരു 10-12 ഫ്രണ്ട്സ് ഉണ്ട്. ഇവരൊക്കെ നോർത്ത് ഇന്ത്യൻസും അങ്ങനെ കുറേ ഇന്ത്യയിൽ പല പല ഭാഗത്തുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഓണത്തിൻ്റെ അന്ന് കുറച്ച് പായസം കൊടുക്കുക എന്നുള്ളൊരു പ്ലാനുണ്ട്. പൂക്കളം ഡിസൈനൊക്കെ കുറേ സിമ്പിളായിട്ടുള്ള പൂക്കളം ഡിസൈനൊക്കെ കുറേ ഗൂഗിളിൽ തപ്പിപ്പിടിച്ച് അവസാനം ഒന്നും തന്നെ ആ ഡിസൈൻ ഒന്നും ചെയ്യാതെ എന്നെക്കൊണ്ട് പറ്റുന്ന മാതിരി തട്ടിക്കൂട്ടി ഒരു ഡിസൈന് റെഡിയാക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പായസം ഉണ്ടാക്കാനുള്ള പരിപാടി അതും തുടങ്ങി. പാലട ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ പാലട പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് കാരണം പ്രത്യേകിച്ച് അതിൻ്റേതായിട്ടുള്ള ഒരു റെസിപ്പി വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അട സെപ്പറേറ്റ് വാങ്ങിച്ചു ഞാൻ. അട നന്നായിട്ടൊന്ന് വേവിച്ചു. എന്നിട്ട് പാല് നന്നായിട്ട് 2 ലിറ്റർ പാല് 2-2.5 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പാല് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം വേവിച്ച അടയിൽക്കിട്ടു. ആവശ്യത്തിന് പഞ്ചസാര ഇട്ടു. കുറച്ച് കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം. അപ്പോൾ ഇതൊരു പിങ്ക് പാലട ആക്കാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമുക്ക് സാധാരണ വേണ്ടത് നമ്മുടെ പഞ്ചസാര, അത് ക്യാരമലൈസ് ചെയ്തിട്ട് ഇതിൽ ചേർക്കുകയാണ്. അപ്പോൾ ഒരു പിങ്ക് നിറം കിട്ടും. അതല്ലാതെ ഇതെല്ലാം കൂടി ഒന്നിച്ച് കുക്കറിൽ വെച്ചാലും അടിപൊളിയാവും. പക്ഷേ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ കുക്കർ കഴുകേണ്ട ഒരു പണി, അത് വല്ലാത്തൊരു പണിയാണ്. അപ്പോൾ അതിനേക്കാളും ഭേദം ഇങ്ങനെ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പഞ്ചസാര അവിടെ ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് മെല്ലെ ആവും. അപ്പോൾ അത് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പാലട ഇതിലേക്ക് അതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ പാലട ഒരുവിധം പിങ്ക് കളറിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ അല്ലാതെ വേറെ ഏതൊക്കെ വഴികളിൽ പിങ്ക് പാലട ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും അറിയെങ്കിൽ ദയവ് ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതേവിടെ പഞ്ചസാര ഇങ്ങനെ കുറച്ചായിട്ട് ക്യാരമലൈസ് ആയിട്ട് വരികയാണ്. അപ്പോൾ അതും കൂടി റെഡി ആയി കഴിഞ്ഞാൽ അതിലേക്ക് ഒഴിക്കാം. അപ്പോൾ പിന്നെ ആർക്കൊക്കെ പാലട പായസം ഭയങ്കര ഇഷ്ടമാണെന്നും കൂടി എല്ലാവർക്കും ഇഷ്ടമാവും. എന്നാലും ഇഷ്ടമുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സാനുവിനും ഭയങ്കര ഇഷ്ടമാണ്, ഇവിടെ വീട്ടിലെല്ലാവർക്കും പാലട ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പഞ്ചസാര ക്യാരമലൈസ് ആയതും നമ്മുടെ ഈ പാലടയിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് തിളയ്ക്കുക. ഇത് ഒരു എന്താ പറയുക, അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ എന്താ പറയുക, ഒരു 1/4-3 മണിക്കൂർ നേരത്തിൻ്റെ പണിയുണ്ട്. അപ്പോൾ ഈ പാലട ഉണ്ടാക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ ഇത്തിരി നന്നായിട്ടൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ചെയ്യുക. കാരണം ഇത് കുറച്ചൊരു പണിയുള്ള ഒരു ജോലിയാണ്. അപ്പോൾ ഒരുവിധം ഇവിടെ കുറച്ചൊരു പിങ്ക് കളറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്യാമറയിൽ കൂടി കാണുമ്പോൾ അത് ക്ലിയർ ആവുന്നുണ്ടോ എന്താ എനിക്കറിയില്ല. കാരണം അതല്ലാതെ എനിക്ക് കാണുമ്പോൾ ചെറിയൊരു പിങ്ക് കളറ്
എനിക്കറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഒരുവിധം നമ്മുടെ പാലട ഇളക്കി നന്നായിട്ട് തിക്കായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഏതായാലും സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂട് ആറാൻ വേണ്ടി വെക്കണം. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഒന്ന് പോയിട്ട് റെഡി ആയിട്ട് വരാൻ. ഇത് കഴിഞ്ഞിട്ട് വേണം ഫ്രണ്ട്സിനൊക്കെ പാലട കൊടുക്കാൻ. കാരണം ഞാൻ ഡപ്പ ഓൾറെഡി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡപ്പ എല്ലാം എടുത്ത് വെച്ച് ഇനി പാലട അതിലേക്ക് എല്ലാറ്റിലും ആക്കിയിട്ട് ഇനി കൊടുക്കണം. അപ്പോൾ കുളിച്ച് സുന്ദരിയായതേ റെഡി ആയിട്ട് കുറിയൊക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ട് ഞാൻ. വളരെ സിമ്പിളായിട്ടുള്ള മേക്കപ്പാണ് ചെയ്തത്. അപ്പോൾ വേഗം റെഡിയായി. അപ്പോൾ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് ഒരു BB ക്രീം, സൺസ്ക്രീന്, BB ക്രീം ഇതൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് കണ്ണെഴുതി, താഴെ മേലേക്ക് കണ്ണെഴുതി. പിന്നെ അന്ന് ഞാൻ കാണിച്ച ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, മാഴ്സൻ്റെ ലിപ്സ്റ്റിക്ക്, ആ ലിപ്സ്റ്റിക്ക് ഇട്ടു. അത് കുറച്ച് ഐ ഷാഡോ, അത് എന്താ പറയുക, ഐ ഷാഡോ പോലെ യൂസ് ചെയ്തു. കുറച്ച് ബ്ലഷ് പോലെയും യൂസ് ചെയ്തു. പൊട്ട് വെച്ചു. ഐബ്രോസ് ഒന്ന് ഇതാക്കി, അത്ര തന്നെ. പിന്നെ ഒരു കുറി വെച്ചു. ഇപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ്. ഇനി വേഗം പോയിട്ട് ഞാൻ പായസമൊക്കെ ഒന്ന് പാക്ക് ചെയ്യട്ടെ. കാരണം ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാണ്ട്. ഇപ്പോൾ ആ ഒരു പണിയും കൂടി ഒന്ന് വേഗം തീർക്കണം. ഇവിടെ ഒരു 3 ബിൽഡിങ് കൂടിയിട്ട് ഒന്നിച്ചുള്ളൊരു ക്ലസ്റ്ററിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ 3 ബിൽഡിങ്ങിലുമുള്ള കുറച്ച് ലേഡീസ് ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് തന്നെ വിശേഷം ഉണ്ടെങ്കിൽ, അതായത് ഓണം, വിഷു, ദീപാവലി, നവരാത്രി, അങ്ങനെ വിനായക ചതുർത്ഥി, എന്ത് വിശേഷമായാലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീറ്റ്സൊക്കെ കൊടുത്ത് ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഓണത്തിന് ഏതായാലും പ്രത്യേകിച്ച് അങ്ങനെ പരിപാടികളോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാൻ പായസം എല്ലാവർക്കും വേണ്ടി പായസം ഉണ്ടാക്കി. അപ്പോൾ എല്ലാവർക്കും കൊടുത്തു. അതേപോലെ ദീപാവലിക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പോൾ ദീപാവലിക്ക് എല്ലാവരും അവരുടെ വീട്ടിലുണ്ടാക്കും. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. സാധനം ഇവിടെ കുളിച്ച് റെഡി ആയിട്ട് വന്നിരിക്കുന്നുണ്ട്. നേരത്തെ എണീക്കാൻ പറഞ്ഞപ്പോൾ അവൾ എണീറ്റില്ല. ഇപ്പോൾ വന്നിരുന്നു. അതിൽ കൂടെ എക്സ്ട്രാ ഡെക്കറേഷൻ ചെയ്യുന്നു. അങ്ങനെ ഫ്രണ്ട്സിന് പായസം എല്ലാം കൊണ്ടുപോയി കൊടുത്ത് ഇപ്പം ഞങ്ങളിത് ഇറങ്ങി. നേരത്തെ 11 മണി, 10:45, 11 മണി ആവാറായി. അപ്പോൾ സദ്യ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം നേരത്തെ പോയാലാണ് ആദ്യത്തെ പന്തിയിൽ തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞായറാഴ്ചയും കൂടി ആയ കാരണം എല്ലാവർക്കും ലീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവും. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ പോണത് ഇവിടെ മീഡിയ സിറ്റിയിലുള്ള സൽക്കാരയിലേക്കാണ്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഓണസദ്യ ഇപ്രാവശ്യം. 11:30 ആകുമ്പോഴേക്കും എത്തിയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. എന്നാലും എങ്ങനെയോ ആദ്യം തന്നെ സദ്യയ്ക്ക് വേണ്ടി വന്നിരിക്കാൻ ഞങ്ങൾ മാനേജ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ എന്താ പറയുക, നല്ല അടിപൊളി സദ്യയായിരുന്നു. അപ്പം നിങ്ങളുടെയൊക്കെ സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ വീട്ടിലുണ്ടാക്കിയോ അതോ പുറത്തുനിന്ന് കഴിച്ചോ? എന്താണെന്നൊക്കെ നിങ്ങൾ പറയാൻ കമൻസിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ അങ്ങനെ 2 കൂട്ടം പായസമൊക്കെ കൂട്ടി സദ്യയൊക്കെ കഴിച്ച് ആകെ എന്താ പറയുക, തലക്കടിച്ച പോലെ ഇരിക്കുകയാണ്. ആകെ ഭയങ്കര ക്ഷീണത്തിൽ. കാരണം ഇതേ ഇപ്പോഴും നല്ല തിരക്കുണ്ട്. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. 12:30, 1 മണിയായി. ഇപ്പോഴും നല്ല തിരക്കുണ്ട്. അവിടെയൊക്കെ പാർക്കിങ്ങൊക്കെ ഫുള്ളായി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ നേരത്തെ എത്തിയത് എത്രയോ നന്നായി. സദ്യ കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ ഇനി വീട്ടിൽ പോയിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങണം. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം സാനുവിന് വേറെ ക്ലാസ് ഉള്ളതാണ്. ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോൾ ചെറുതായിട്ടൊരു വിശപ്പ്. എന്നാൽ പിന്നെ വല്ല സ്നാക്സും എടുത്ത് കഴിക്കുന്നതിന് പകരം വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ഫ്രിഡ്ജിൽ തപ്പിയപ്പോൾ ബീട്രൂട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ബീട്രൂട്ട് നെല്ലിക്കയും കണ്ടു. അപ്പോൾ ഒരു അടിപൊളി ജ്യൂസ് എന്തായാലും ഒന്ന് ഉണ്ടാക്കാം, നിങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു സൂപ്പറായിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ ഇതിന് നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ ബീട്രൂട്ട്, നെല്ലിക്ക. അപ്പോൾ ഞാനിവിടെ ഒരു ബീട്രൂട്ടും ഒരു നെല്ലിക്കയും എടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ആ മിക്സിയിലൊന്ന് അരയാൻ പാകത്തിന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ.
അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് ബീട്രൂട്ടിൻ്റെയും നെല്ലിക്കയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് ഒരാൾക്കുള്ള രണ്ടാൾക്കുള്ള അളവാണ് ഞാൻ പറയുന്നത്. ഇനി ഇതിൻ്റെ കൂടെ മെയിനായിട്ടുള്ളൊരു സാധനം കൂടി വേണം നമുക്ക്, തേങ്ങ. ഈ തേങ്ങയുടെ കഷ്ണം ഉണ്ടെങ്കിൽ അത് ഇടാം. അപ്പോൾ ഞാനിവിടെ എനിക്ക് തേങ്ങ ചിരകിയതാണ് ഉള്ളത്. അപ്പോൾ ഒരു 4 സ്പൂണ് തേങ്ങ ചിരകിയതും കൂടി അതിലേക്ക് ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് അടിച്ചെടുത്തു. ഇതൊന്ന് ഫിൽട്ടർ ചെയ്യണത് നല്ലതാണ്. കാരണം തേങ്ങയുടെയും ബീട്രൂട്ടിൻ്റെയും ഒരു ചെറിയ ചണ്ടി പോലെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്. അപ്പോൾ അങ്ങനെ അടിച്ചെടുത്ത് ഫിൽട്ടർ ചെയ്ത് അരിച്ചെടുത്ത് ഒന്നും കൂടി കുറച്ചും കൂടി, കാരണം നല്ല തിക്കായിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടി അതിലേക്ക് വെള്ളം ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഞാനിതിൽ മധുരം ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഹണി ചേർക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഷുഗർ മാക്സിമം ചേർക്കാതിരിക്കുക. എന്നിട്ട് ഒന്ന് അടിച്ചെടുത്ത്, മധുരമൊന്നും ഇടാതെ ഒന്ന് അടിച്ചെടുത്തത് ഒരു അടിപൊളിയായിട്ടുള്ളൊരു ജ്യൂസാണിത്. നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ അടിപൊളിയാണ്. നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റും കൂടിയാണ്. അപ്പോൾ ദിവസം ഇത് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ ഇത് ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ നല്ല ഫില്ലിംഗ് ആയിട്ട് ഉണ്ടാവും. ഇപ്പോൾ സാനുവിനും കുറച്ച് ഉണ്ടാക്കി കൊടുത്തു. കാരണം അപ്പോൾ ഇതേപ്പോൾ ടെന്നീസ് ക്ലാസ് ഉണ്ട്. അപ്പോൾ ടെന്നീസ് ക്ലാസ്സിന് പോണേറ്റ് മുന്നേ കുറച്ചൊരു എനർജി വേണമല്ലോ. അപ്പോൾ സാനുവിനും കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ചധികം, അതായത് ഇപ്പോൾ ഒരു 2 ദിവസത്തിനുള്ളത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ അത് ഇന്നും നാളെയും കുടിക്കാനായിട്ട് അങ്ങനെ വെക്കാം. അപ്പോൾ അങ്ങനെ സാധനവും അത് റെഡിയായി. ആളും പായസമൊക്കെ കുടിച്ച ഒരു ഇതിൽ സാധനവും കുറച്ച് നേരം ഒന്ന് ഉറങ്ങി. ഇപ്പോൾ ഫ്രഷായിട്ട് ടെന്നീസ് ക്ലാസ്സിന് പോവാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു ഓണം വ്ളോഗ്, പ്ലസ് ഒരു ബിസി ആയിട്ടുള്ളൊരു ദിവസം കൂടിയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഓണം പരിപാടികളും എങ്ങനെയൊക്കെയാണ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത് നിങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.